Okay, can you see the screen? Yes, sir. Okay. So this is our fourth module, and we are discussing about steels, അല്ലേ alloy steels. സ്റ്റീൽസ് എന്നൊരു ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ strengthening mechanisms. So we have studied different strengthening mechanisms related to single phase and multi phase. So now we are studying about steels. So steel എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. Steel is 52% carbon. We are coding it as steel. So steel itself is divided into two. That is plain carbon steels and alloy steels. സോ രണ്ട് ടൈപ്പ് നമ്മൾ ആദ്യം പഠിച്ചത് ആ കാർബണിൻ്റെ പെർസെൻറ്റേജിൻ്റെ അളവിനെ വെച്ചിട്ട് രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈപ്പോ യൂട്ടക്റ്റോയിഡ് സ്റ്റീൽസ് ആൻഡ് ഹൈപ്പർ യൂട്ടക്റ്റോയിഡ് സ്റ്റീൽസ്. സോ നൗ വി ആർ സ്റ്റഡിങ് അബൌട്ട് ടു ടൈപ്സ് ഓഫ് സ്റ്റീൽസ്, ദാറ്റ് ഈസ് നോർമൽ പ്ലെയിൻ ടൈപ്സ് ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ആൻഡ് അലോയ് സ്റ്റീൽസ്. സോ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് എന്താണെന്നും അലോയ് സ്റ്റീൽസ് എന്താണെന്നും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ഈസ് ദ carbon rich steels. So in that particular atom സ്റ്റീൽ മാത്രമല്ല കാർബൺ ഉണ്ട്. സോ പ്ലെയിൻ കാർബൺ മീൻസ് പ്ലെയിൻ കാർബൺ മാത്രമാണ് എന്നുള്ളതും അർത്ഥമില്ല. കാർബൺ ഈസ് ദ മെജോറിറ്റി എലമെന്റ് അലവിങ് ഇൻ ദ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ്, ആൻഡ് അതർ എലമെന്റ്സ് ലൈക്ക് സിലിക്കൺ, മാംഗനീസ് ആൻഡ് സൾഫർ, ഫോസ്ഫേറ്റ് എക്സെട്ര ആർ ഒക്കുപ്പൈഡ് ഇൻ സം ട്രേസസ് ഓർ കൺസിഡേഴ്സ് ഇമ്പ്യൂരിറ്റീസ്. അതൊരിക്കലും അലോയ്സ് ആയി കണക്ക് കൂട്ടുന്നില്ല, ഇമ്പ്യൂരിറ്റീസ് ആയി കണക്ക് കൂട്ടും. ചെറിയ ചെറിയ തരികൾ പോലെ അതിൽ പൊട്ടുപോകുന്ന ചില കാര്യങ്ങളായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ അലോയ് സ്റ്റീൽസ്. Then these plain carbon steels can also be divided into three according to carbon content. Low carbon steels, that is 0.1 to 0.3% carbon. Medium carbon steels up to 0.3 to 0.6% carbon. And also high carbon steels. That is plain carbon steels classification. അതിൻ്റെ ടൈപ്പുകളും അതിൻ്റെ പ്രോപ്പർട്ടികളും കോമൺ യൂസസ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. Then we are studying about alloy steels. Alloy steels. So alloy steels are type of steels where carbon is there. കാർബൺ അവിടെ ഉണ്ട്. എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടാവേണ്ടത് അത്ര പെർസെൻറ്റേജ് കാർബൺ അതിനകത്തുണ്ട്. അതിൽ കൂടാതെ ഏതെങ്കിലും മറ്റുള്ള മെറ്റാലിക് എലമെന്റ്സ് കൂടി അബാൻഡൻ്റ് ആയിട്ടുണ്ടാവുന്ന കണ്ടീഷൻ. ദീസ് alloys contain one or more other metallic elements as alloy constituents in addition to the normal percentage of carbon. Carbon is also there, but other alloying elements നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്ലേ കാർബൺ സ്റ്റീൽസിൽ ദേ ആർ ഒക്കുപൈഡ് ആസ് ഇമ്പ്യൂരിറ്റീസ്, ലൈക്ക് ഇമ്പ്യൂരിറ്റീസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ ജസ്റ്റ് നോട്ട് ഇമ്പ്യൂരിറ്റീസ്, ഹിയർ ഇറ്റ് ഹാവ് എ പെർസെൻറ്റേജ്, ടൈപ്പ് ഓഫ് പെർസെൻറ്റേജ് ഇസ് ദർ. അതിന് പർട്ടിക്കുലർ കോമ്പണൻ്റ് ഉണ്ടാവും, അതിന് പെർസെൻറ്റേജ് ഉണ്ടാവും. മാംഗനീസ് ആണെങ്കിൽ മാംഗനീസ് പോലും ഇമ്പ്യൂരിറ്റീസ് ആണെന്നാണ് വന്നിരിക്കുന്നത്. സോ ഹിയർ വിൽ ബി 6%, 7% ഒക്കെ മാംഗനീസ് ഉണ്ടായിരുന്നു വരാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അലോയ് സ്റ്റീൽസ് വരും. The property of plain carbon is directly related to the carbon content. പ്ലെയിൻ കാർബൺ സ്റ്റീൽസിൽ കാർബൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ കണ്ടന്റ് വെച്ചിട്ടാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ലോ, മീഡിയം ആൻഡ് ഹൈ. In addition to carbon, plain carbon steels also contain other elements like silicon, manganese, sulfur and phosphorus അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Presence of these elements in these level does not have an applicable effect on properties of carbon steels. അതിൽ അടങ്ങിയിരിക്കുന്ന പ്ലെയിൻ കാർബൺ സ്റ്റീൽസിൽ അടങ്ങിയിരിക്കുന്ന ചില മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ചില മെറ്റീരിയൽസിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ് ടു 0.3% വിൽ ബി ദ സിലിക്കൺ, or manganese will be the 0.3 to 1%. Sulfur will be there up to 0.04. These are all containing in a very small amount. അല്ലെ, വളരെ വളരെ ചെറിയ എമൗണ്ട് ആയിട്ടാണ് ഇതൊക്കെ പ്ലെയിൻ കാർബൺ സ്റ്റീൽസിൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്ലെയിൻ കാർബൺ സ്റ്റീൽസിൽ ഇതിൽ അത്യാവശ്യം ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. So alloy steels are defined as carbon steels. It is also a carbon steel to which one or more element are added to obtain some positive effects. Some positive effects means to improve properties അല്ലേ, അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാർബൺ സ്റ്റീൽസിനകത്ത് മറ്റ് ചില എലമെന്റ്സ് കൂടി ആഡ് ചെയ്യുന്ന രീതിയാണ് അലോയ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. Defined as carbon steels to which one or more elements are added to obtain some positive effects. The commonly added elements include manganese, nickel, chromium, molybdenum, tungsten, vanadium, copper, boron,
അലൂമിനിയം ആൻഡ് സിലിക്കൺ. ഇതിലേതും ആവാം. ഇതിലേത് വരുന്നു അതിൻ്റെ അലോയിങ് എലമെൻറ്റ്സ് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ. The presence of these alloying elements, any one of the above mentioned alloying elements, leads to improvements in properties of carbon steels. സോ കാർബൺ സ്റ്റീൽസിനകത്ത് ചെറിയ ചെറിയ അളവിലാതെ നല്ല ഹൈ അളവിൽ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ എലമെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്തിനെ ആഡ് ചെയ്യുന്നു? അലോയിങ് ഈസ് ഡൺ. Commonly, we know that alloying is done to increase the properties, mechanical properties, chemical properties, electrical properties, etc. ഏത് വേണമെങ്കിലും ആവാം. To improve any type of properties or features in a particular atom, we are adding some impurities or some alloying elements. That is what is called alloying. അല്ലെ? Alloying എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ വേണ്ടി തന്നെയാണ്. So here also, plain carbon steels are added by some substance. These manganese, nickel, chromium, molybdenum, etc. The presence of these alloying elements leads to improvements in properties of carbon steels. So effect of these alloying elements. ഇത്രയും അലോയിങ് എലമെന്റ്സ് ഇതിൽ ആഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മീൻസ് അലോയിങ് സ്റ്റീൽസ് ആൻഡ് ദിസ് എഫക്റ്റ് ഓഫ് അലോയിങ് എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. സോ ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൊഡ്യൂളിൽ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല. മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മോൾഡ് എന്നൊക്കെ പറയുന്നത് വളരെ അടുത്തടുത്തുള്ള പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ചില സാധനങ്ങളാണ്. കാരണം ഇത് തന്നെയാണ് അധികം ഈ മൊഡ്യൂൾ വരുന്നത്. വനേഡിയം, കോപ്പർ, ബോറോൺ, അലൂമിനിയം, മാംഗനീസ്, നിക്കൽ എന്ന് അധികം എല്ലാവരും അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. Okay, then what are the main effects of alloying elements? These alloying elements പ്ലെയിൻ കാർബൺ സ്റ്റീൽസിൽ ആഡ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന എഫക്ട്സുകൾ എന്തൊക്കെയാണ്? പ്ലെയിൻ കാർബൺ സ്റ്റീൽസിലോ അല്ലെങ്കിൽ നമ്മുടെ Fe3C എന്ന് പറയുന്ന സംഭവത്തിലോ എന്തെങ്കിലും ഉണ്ടാകുന്ന സ്റ്റീലിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. സോ the listed 9 types of effects. Dislocation movement, polymorphic transformation temperature, PTT, strengthening of ferrite, formation and stability of carbides, displacement of eutectoid point, retardation of transformation rate, lowering of critical cooling rate, so improvement in corrosion resistance and influence on grain growth. ഇത്രയും പോയിന്റുകൾ എഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട് ബൈ ദ ആക്ഷൻ ഓഫ് അലോയിങ് എലമെന്റ്സ് ഇൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് അല്ലേ? സോ ഓരോ നമുക്ക് വേറെ വേറെ എടുത്ത് പഠിക്കാനുണ്ട്. എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓരോന്നും എന്താണെന്ന് പറഞ്ഞു പോകുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. സോ വി ക്യാൻ മേക്ക് എ ലുക്ക് ഓൺ വാട്ട് ഈസ് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. സോ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ആൻഡ് അലോയിങ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യമേ ഉണ്ടാവുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറൽ ലാറ്റിസ് നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക. വി ഹാവ് എ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഒരു കള്ളിയായിട്ട് ആറ്റംസ് ഒക്കെ ഇൻബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ. നമ്മുടെ വാക്കൻസി എഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ വാക്കൻസി എന്നൊക്കെ പറഞ്ഞ ഡിഫക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു ആറ്റം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു അലോയിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമുള്ള നമ്മളെ മറ്റേ ഒരു സ്ട്രക്ചറിനകത്തേക്ക് ഒരു മെറ്റീരിയലും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അലോയ് എന്ന് പറയുന്നത്. സോ വി ആർ ആഡിങ് ആൻ അഡീഷണൽ ടൈപ്പ് ഓഫ് ആറ്റം ഇൻ ഇറ്റ് അല്ലേ? സോ അലോയിങ് ആറ്റം ഈസ് ബൈ നേച്ചർ ഈസ് എ പോയിന്റ് ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താ, ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മളൊരു ആറ്റം പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്, അതിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. സോ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് അലോയ്സ് ഉണ്ടാകുന്നത്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മോളിബ്ഡനോ അലൂമിനിയോ ഈ പ്ലെയിൻ കാർബൺ സ്റ്റീലിനകത്തേക്ക് മോളിബ്ഡനോ ക്രോമിയോ അലൂമിനിയോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതോ ഒരു എലമെന്റിന്റെ ഒരു ആറ്റം വി ആർ ആഡിങ് ഹിയർ. Okay? So an alloying element is nature as a point defect. We can call it as a point defect. So thus it will create a stress field when placed into another crystallographic position, which will block the passage of dislocation. So normally if there is no alloying atom ഒന്നുമില്ല സാധാരണഗതിയിൽ നിൽക്കുന്ന ഒരു എലമെന്റും ഒരു സ്ട്രക്ചറും ആണെങ്കിൽ, ഇഫ് ദർ ഒക്കെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, സ്ലിപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, വെൻ വി ആർ ആഡിങ് ആൻ അഡീഷണൽ അലോയിങ് എലമെന്റ്, അവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മളൊരു പോയിന്റ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രക്ഷൻ മൂവ്മെന്റ് അതിനെ തട്ടിയിട്ട് റെസിസ്റ്റ് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ അലോയ്സ് അഡീഷണൽ ആയിട്ട് ഓരോ സ്ഥലത്ത് വന്ന് ചേരുന്നതുകൊണ്ട്. റൈറ്റ്? ശരിയല്ലേ? So an alloying element is by nature is a point defect. Thus it will create a stress field when placed into another crystallographic position, which could block the passage of dislocation. ആ പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ അലോയ്സ് കൊണ്ടു വെക്കുന്നുണ്ടാവും. The size of alloying atom may be different from the size of the atom than
ഇറ്റ് ഈസ് റീപ്ലേസ്ഡ്. നമ്മൾ ആദ്യമുള്ള ആറ്റം കോപ്പറിനകത്തേക്ക് അലൂമിനിയം ആഡ് ചെയ്യുകയാണെങ്കിൽ കോപ്പറിൻ്റെ ആറ്റത്തിൻ്റെ സൈസ് ആവണം അലൂമിനിയത്തിന്, അന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വലിയ സൈസ് ആവാം, ചെറിയ സൈസ് ആവാം. ആൻഡ് ദസ് ഇറ്റ്സ് പ്രസൻസ് വുഡ് ബി ഡെവലപ്പ് എ ലാറ്റിസ് സ്ട്രെസ്സസ്. അപ്പോൾ ആ ലാറ്റിസിനകത്ത് ഈ പറഞ്ഞ വലിയ ആറ്റാണ് വരുന്നതെങ്കിൽ അത്രയും സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ ആറ്റത്തിൻ്റെ ലാറ്റിസ് സ്പേസിനകത്തേക്ക് വലിയൊരു ആറ്റം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറക്കും. ഓക്കെ, സോ ശരിക്കും അതന്നെയല്ലേ നടക്കുന്നത്. വെൻ വി ആർ ആഡിങ് ആൻ അഡീഷണൽ അലോയിങ് എലമെന്റ് വി ആർ സ്ട്രെങ്തനിങ് ദാറ്റ് പെർട്ടിക്കുലർ മെറ്റൽ. വി ആർ സ്ട്രെങ്തനിങ് ദാറ്റ് മെറ്റൽ ആൻഡ് ബൈ റെഡ്യൂസിങ് ഡിസ്ലൊക്കേഷൻ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കെ കുറക്കാം, ഡിസ്ലൊക്കേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്, അതൊക്കെ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളാണ്. വെൻ വി ആർ ആഡിങ് an atom, when we are adding an alloying atom, it will resist the movement of dislocation by producing an stresses in the field of passage of dislocation, right? So alloying atom will have a different elastic modulus which will create a different terrain for the movement of dislocation. So it will resist the movement of dislocation and thereby reducing the dislocation. So the dislocation movement is the first point of alloying effects of alloying atom. That is, by adding alloying atom we can increase the lattice stresses, and by reducing the passage of, or we can block the passage of dislocation movement and by reduce the dislocation. Also plastic deformation അത് കുറക്കാൻ നമുക്ക് പറ്റും. Okay, that is explanation for dislocation movement. Next one is polymorphic transformation temperature, PTT. എന്താണ് PTT നമ്മൾ പഠിച്ചിട്ടില്ല. That is PTT. We can see. So what is polymorphic transformation means? The polymorphic changes can be explained as in pure atom that are alpha to gamma transformation. രണ്ട് പോളിമോർഫിക് ചേഞ്ചസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ പോളിമോർഫിക് ചേഞ്ചസ് ഇൻ പ്യുവർ കാർബൺ ഓർ പ്യുവർ അയൺ ആർ ദി ആൽഫ ഗാമ ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ ഒക്കറിങ് A3 912 ടെമ്പറേച്ചർ ഇല്ലേ, ഈ ഏറ്റവും താഴെ കാണുന്ന ഇവിടെ കാണുന്ന ഈ 912% കാണുന്ന 800 എടുക്കുകയാണെന്ന പെർസെൻറ്റേജ് ആൽഫ ടു ഗാമ, ആൽഫ ഗാമയാവുന്ന ആ ഒരു പൊസിഷൻ ആൽഫ gamma temperature, alpha gamma transformation occurring at temperature A3, and the gamma delta transformation. Gamma delta transformation എവിടെയാണ്? Gamma delta transformation is occurring in the A4, that is 1394 degrees Celsius. 1394 ഇവിടെയല്ലേ മുകളിൽ കാണുന്നത് 1394 degrees Celsius. That is delta gamma transformation. Delta gamma transformation and ആൽഫ ഗാമ ട്രാൻസ്ഫോർമേഷൻ. ഈ രണ്ട് സാധനം A3 A4 എന്ന് പറയുന്നത് നമ്മൾ A1 A2 A3 A4 AC എന്ന് പറയുന്ന ടെമ്പറേച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് വരക്കുന്ന സമയത്ത്, ഓർമ്മയില്ലേ? കുറച്ച് മുന്നേ. സോ അത് ഓർമ്മിക്കുക. സോ പോളിമോർഫിക് ചേഞ്ചസ് ഇൻ പ്യുവർ അയൺ ആർ ദി ആൽഫ ഗാമ ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ or polymorphic change, and second one is gamma delta transformation occurring at A4. Okay, indicated in figure. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നു. 912 is alpha 2. ഇവിടെ ഉണ്ടായിരുന്ന ആൽഫയാണ്. ഹിയർ ഈസ് ഗാമ. ആൽഫ ഗാമ ട്രാൻസ്ഫോർമേഷൻ ഈസ് occurring at 912 degrees Celsius and gamma delta will happening at 1394 degrees Celsius. ആ ടെമ്പറേച്ചർ മുകളിലാകുമ്പോഴാണ് ആൽഫ ഡെൽറ്റയായി മാറുന്നത്. ഓക്കെ, then what is the effect of polymorphic transformation temperature? So alloying elements like molybdenum, ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് പോളിമോർഫിക് ചേഞ്ച് എന്നാണ് പഠിച്ചത് അല്ലേ. സോ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 912 and 1394 degrees Celsius. ആൽഫ ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ഗാമ രണ്ട് സാധനങ്ങളാണ് പോളിമോർഫിക്. സോ what is the effect of the alloying elements in polymorphic transformation temperature? So alloying elements like molybdenum, chromium, tungsten, silicon, vanadium, titanium, etc. tend to contract the austenite region. It is gamma region, and enlarge the ferrite region. So now what is ferrite and what is austenite? ഏതാണ് ആൽഫ ഡെൽറ്റ ഗാമ ഞാൻ പറയുകയാണെങ്കിൽ what is austenite? Gamma. What is ferrite? Alpha.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയും അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ടെൻ ടു കോൺട്രാക്ട് ദി ഓസ്റ്റനേറ്റ് റീജിയൻ. ഓസ്റ്റനേറ്റ് റീജിയൻ ചെറുതാവും, ഗാമ റീജിയൻ ചെറുതായി വന്ന് ആൻഡ് എൻലാർജ് ദി ഫൊറേറ്റ് റീജിയൻ. ആൽഫ വലുതായി ഗാമ ചെറുതായി. ഇത്രയും അലവൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഫേസിലുള്ള സൈസിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓസ്റ്റനേറ്റ് റീജിയൻ ചെറുതാവാം, ഈ ഫൊറേറ്റ് റീജിയൻ വലുതാവാം. ആൻഡ് ദിസ് വിൽ റേസ് ദി A3 ടെമ്പറേച്ചർ ആൻഡ് ലോവർ ദി A4 ടെമ്പറേച്ചർ. ഇവിടെ ഈ സംഭവം ചെറുതാവുകയാണെങ്കിൽ, അതായത് ഈ ഗാമ എന്ന് പറയുന്ന ഫേസ് അങ്ങ് ചെറുതാവുകയാണ്, ആൽഫ അങ്ങ് വലുതാവുകയാണെങ്കിൽ, ആൽഫയും ഡെൽറ്റയും, ഡെൽറ്റ ഫൊറേറ്റും ഉണ്ട്, ആൽഫ ഫൊറേറ്റും ഉണ്ട്. രണ്ട് ടൈപ്പ് ഫൊറേറ്റും ഉണ്ട്. ഡെൽറ്റേനും ഫൊറേറ്റ് എന്ന് പറയുന്നുണ്ട് ചില കണ്ടീഷനിൽ, ആൽഫേനും ഫൊറേറ്റ് എന്ന് പറയുന്നത് ചില കണ്ടീഷനിൽ. സോ ഈ പറയുന്ന ഈ ആൽഫ എന്ന് പറയുന്ന സംഭവം ഈ ഫൊറേറ്റ് എന്ന സംഭവം വലുതാവുകയും ഈ നടുക്കുള്ള ഗാമ എന്ന് പറയുന്ന വലിയ സ്പേസ് ചെറുതാവുകയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് A3 ടെമ്പറേച്ചർ കൂടും അല്ലെ. A3 ഇരുന്ന് കുറച്ച് മുകളിലോട്ടേക്ക് വരും. ഈ ആൽഫ വലുതാകുമ്പോൾ A3 കുറച്ച് മുകളിലോട്ടേക്ക് വരും. അത് പിന്നെ മുകളിൽ നിന്ന് ഈ പറയുന്ന പോലെ ഈ ഈ ഓസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാകുമ്പോൾ മന്ത്ലി 4 ടെമ്പറേച്ചർ താഴോട്ട് വരും. കുറച്ച് ഇത് ചെറുതാകുമ്പോൾ നോർമലി അത് ഇങ്ങനെ താഴ്ന്നാണ് വരും, ഈ വട്ടം ചെറുതാവുകയാണെങ്കിൽ. ഓക്കെ, സോ ദ പോളിമോർഫിക് ടെമ്പറേച്ചർ ചേഞ്ചസ്. So allowing elements like molybdenum, chromium, tungsten, silicon, vanadium, titanium, etc. tend to contract the austenite region and enlarge the ferrite region. This will raise the A3 temperature and lower the A4 temperature. Okay. Then some other elements like nickel, manganese, copper, and cobalt. Some other alloying elements like nickel, manganese, copper, and cobalt has an opposite effect. മൂന്ന് സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക. Their presence will lower the A3 temperature and raise the A4 temperature. അതായത് ഗാമ വലുതാവും അല്ലെ, കോൺട്രാക്ട് ദി ഓസ്നേറ്റും എൻലാർജ് ദി ഫൊറേറ്റും മുകളിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് താഴെ വരും. അതായത് ഇറ്റ് വിൽ എൻലാർജ് ദി ഓസ്നേറ്റ് ടെമ്പറേച്ചർ, എൻലാർജ് ദി ഓസ്നേറ്റ് റീജിയൻ ആൻഡ് കോൺട്രാക്ട് ദി ഫൊറേറ്റ് റീജിയൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറ്റ് വിൽ ലോവർ ദി A3 ടെമ്പറേച്ചർ ആൻഡ് റേസ് ദി A4 ടെമ്പറേച്ചർ, thereby enlarge in the ഓസ്നേറ്റ് റീജിയൻ. സോ ഇതാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന എഫക്റ്റ്. വട്ട് ഈസ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ മീൻസ്? ഫസ്റ്റ് വൺ ഈസ് 912 A3. Second temperature is 1394. That is alpha delta transformation, alpha gamma transformation and delta gamma transformation. So when some type of alloying elements like chromium, tungsten ഒക്കെ ആഡ് ചെയ്യുമ്പോൾ it will increase the enlarge region of austenite. Thereby A3 is increasing, A4 is reducing. ആ ചിത്രം മനസ്സിലാക്കുക. A3 താഴെയാണ്, A4 മുകളിലാണ്. അപ്പോൾ നടുക്കള വലുതാകുമ്പോൾ താഴെയുള്ളത് താഴോട്ട് പോകുന്നു, മുകളിലതും താഴോട്ട്, അങ്ങനെ ആ റീജിയൻ മനസ്സിലാക്കുക, മുകളിലേക്ക് വരും ചെറുതാകുമ്പോൾ. നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ പാർട്ട് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. നെക്സ്റ്റ് വൺ ഈസ് effect is strengthening of ferrite. Strengthening of ferrite. So what is the effect of ferrite? Strengthening of ferrite. What is the effect of alloying elements in strengthening of ferrite? അങ്ങനെ സംഭവിക്കും. So most of the alloying elements form solid solution with ferrite. ആൽഫ ഫൊറേറ്റ് എന്ന് പറയുന്ന താമരയുള്ള സാധനമായിട്ട് അലോയിങ് എലമെന്റ്സ് എഡീഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സോളിഡ് സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അധികവും സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ആൽഫ ഫൊറേറ്റ് ഉണ്ടാകുന്നത് ഏറ്റവും താഴെയാണ്. നമ്മൾ ആൽഫ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് ഏറ്റവും താഴെയാണ്. സോ അവിടെ എത്തുമ്പോൾ സോൾഡ് ആണ്, ഏറ്റവും മുകളിൽ ലിക്വിഡ് ആണ്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം ചെയ്ത് കൂൾ ചെയ്ത് ഏറ്റവും താഴെ എത്തുമ്പോൾ അത് സോൾഡ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ അലോയിങ് എലമെന്റ്സ് ഫോം സോൾഡ് സൊല്യൂഷൻ വിത്ത് ഫൊറൈറ്റ്. Though the solubility is limited, the alloying elements increases hardness and strength. So ഈ സോളിഡ് സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്ട്രെങ്തനിങ് മെക്കാനിക്സിൽ പഠിച്ചൊരു സംഭവമായിരുന്നു സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് അല്ലേ. സോളിഡ് സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടുന്നത് സ്ട്രെങ്തനിങ് മെക്കാനിക്സിൽ നമ്മൾ എവിടെയോ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. സോ സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്ട്രെങ്ത് കൂടും. സോ ഫൊറേറ്റ് ഏറ്റവും താഴെയാണ് ഉണ്ടാകുന്നത്. ഏറ്റവും താഴെയാണ് ഫൊറേറ്റ്. ഈ പറയുന്ന താഴോട്ട് വരുമ്പോഴാണ് ഈ ഫൊറേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോളിഡ് സൊല്യൂഷൻ അതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ അലോയിങ് എലമെന്റ്സ് ഫോം സോളിഡ് സൊല്യൂഷൻ വിത്ത് ഫൊറൈറ്റ്. though the solubility is limited, the alloying elements increases hardness and strength. അലോയിങ് എലമെന്റ്സ് ഈ സോളിഡ് സൊല്യൂഷൻ ആയിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി ഫൊറൈറ്റ്, ടുഗദർലി പ്രൊഡ്യൂസിങ് എ ഹൈ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് മെറ്റീരിയൽ. സോ നിക്കൽ, aluminum, silicon, copper and cobalt have better solubility in ferrite.
The effectiveness of strengthening by the alloying elements is relatively much low. ഈ എഫക്റ്റീവ്നെസ് കുറച്ച് കുറവാണ്. അതായത് ഈ അലോയിങ് എലമെൻറ്റ്സ് ഉപയോഗിച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നത് അത്ര വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും മറ്റുള്ള ഈ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇറ്റ് വിൽ സം മോർ അലോയിങ് എലമെൻറ്റ്സ് വിൽ ഫോം എ solid solution with a ferrite. When a solid solution is preparing, the strengthening and hardness will be increases. സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്ട്രെങ്ത്തും ഹാർഡ്നസും കൂടും എന്ന് പോയിന്റ് പറഞ്ഞു ചോദിച്ചാൽ മതി. വെൻ ഇൻ ദ കേസ് ഓഫ് ഫെറൈറ്റ്, most of the alloying elements are forming a solid solution and thereby increasing the strength and hardness of ferrite. The formation of stability of carbides. Formation and stability of carbides. Carbides ഉണ്ടാവുന്ന procedure ഉണ്ടാവും. The alloying elements when combine with the carbon in steel and result the formation of carbide. അയണിൻ്റെ അകത്തുണ്ടായിരുന്ന കാർബണുമായിട്ട് ഈ പറഞ്ഞ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കാർബൈഡുകൾ ഉണ്ടാവുന്നു അല്ലേ. അത് ഓഫ് കോഴ്സ് കോമൺ ആണ്. കാർബണോട് കൂടി ചേരുമ്പോൾ കാർബൈഡാണ് ഉണ്ടാവുന്നത്. സാധാരണ അതിൽ കാർബൈഡാണ് ഉണ്ടാവുക. സോ അലോയിങ് എലമെന്റ്സ് മേ കമ്പൈൻ വിത്ത് കാർബൺ ഇൻ സ്റ്റീൽസ് ആൻഡ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് കാർബൈഡ്സ്. These carbides are hard and brittle and hence provide better hardness and wear resistance to steels. The carbides of chromium and vanadium are having outstanding hardness and wear resistance. So point ഇത്രയേ ഉള്ളൂ. When the alloying elements is added to plain carbon steels, അതിനകത്തുള്ള പ്ലെയിൻ കാർബൺ സ്റ്റീൽസിലുള്ള കാർബണുമായിട്ട് ഈ പറയുന്ന വരുന്ന മെറ്റൽസ് ഏതാണോ അലോയിങ് എലമെന്റ്സ് അത് ആഡ് ചെയ്യും. കാർബണുമായിട്ട് മിങ്കിൾ ചെയ്ത് ദർ ഈസ് ഫോമിങ് കാർബൈഡ്സ്. വെൻ കാർബൈഡ്സ് ഈസ് ഫോം ഇൻസൈഡ് ദി പ്ലെയിൻ കാർബൺ സ്റ്റീൽ, ദ ടോട്ടൽ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ചേഞ്ചസ്. ദീസ് കാർബൈഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. കാർബൈഡുകൾ എന്ന് പറഞ്ഞാൽ ഹാർഡും ബ്രിട്ടിലുമാണ്. കാരണം ഈ പറഞ്ഞ രണ്ട് മെറ്റൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവുന്നത്, കാർബൺ ആൻഡ് അതർ എനി ടൈപ്പ് ഓഫ് മെറ്റൽ. So these carbides are hard and brittle and hence provide better hardness and wear resistance to steels. Okay. Nickel, aluminum, cobalt and silicon do not form carbides in the presence of iron and causes instability of carbon. So the carbon is precipitated in the form of graphite. So നിക്കലും അലൂമിനിയം കൊബാൾട്ടും സിലിക്കൺ എന്ന് പറയുന്നത് ചില പ്രത്യേക അലൂമിനിയം അല്ലെങ്കിൽ പ്രത്യേക മെറ്റൽസ് അലോയിങ് എലമെന്റ്സിൽ കാർബൈഡുകൾ ഉണ്ടാവുന്നില്ല. അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ചില എല്ലാ തരത്തിലുള്ള അലോയിങ് എലമെന്റ്സും കാർബൈഡായിട്ട് ഫോം ചെയ്യുന്നില്ല. കാർബണുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന, ആഡ് ചെയ്യാൻ പറ്റുന്ന, കാർബൈഡുകളായി മാറാൻ പറ്റുന്ന ചില അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ആ പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. സോ സം അതർ ഡു നോട്ട് ഫോം കാർബൈഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് അയോൺ ആൻഡ് കോസസ് ഇൻസ്റ്റബിലിറ്റി ഓഫ് അയോൺ കാർബൈഡ്സ്. സോ ദ കാർബൺ ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ്. ഇത്രയും ചില കാര്യങ്ങൾ നിക്കലും അലൂമിനിയം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് കാർബൈഡ്സ്. ദർഫോർ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുകയും അതൊരു അയോണിക് പ്രസിപ്പിറ്റേറ്റ് മാറുകയാണ് ചെയ്യുന്നത്. So titanium and niobium, some other alloying elements, titanium and niobium is very strong carbide forming units. Chromium, molybdenum, tungsten and vanadium can also form carbides. So nickel, aluminum, cobalt, silicon ആണ് ഫോം ചെയ്യുന്നത്. Others ഒക്കെ ഫോം ചെയ്യുന്നതാണ്. Okay. Manganese not being particularly strong carbide formers. Manganese is not a specialist in carbide formers, but it contribute for the stability, for increasing the stability of carbide. ഉണ്ടാക്കുന്ന കാർബൈഡുകളിൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാംഗനീസ് ഒക്കെ സഹായിക്കുന്നത്. Okay. Then next type of effect is displacement of eutectoid point. What is the number of the point? Is fifth effect, that is displacement of eutectoid point. Displacement of eutectoid point. So you know there is a eutectoid point and eutectic point. Eutectic point and eutectoid point will be there. So here we are only discussing about eutectoid point because we are studying about steels, right? We are studying about steels. So steel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% കാർബണിന്റെ ഉള്ളിൽ വരുന്ന കാര്യം മാത്രമാണ്. Steel is it is the property of it is the type of metal where percentage of carbon is below 2%. So eutectoid point is coming under 2%. 0.8 something will be എന്തോയിരുന്നു our eutectoid point. Eutectic point is 4.3% ആണ് eutectic point. So eutectoid point ആണ് സ്റ്റീലിനകത്ത് വരുന്നത്. So displacement of eutectoid point will be an effect of addition of alloying elements. When a third element is added to steel, third element means
already nickel, iron and carbon is there. When third element is added to steel, the binary FeC diagram no longer represents equilibrium condition. So FeC, that is iron carbon equivalent diagram, we have studied and drawn our iron carbon equivalent diagram. That is an equilibrium diagram, right? When additional third element or third metal is added to that binary condition, Fe3C എന്ന് പറയുന്ന സ്റ്റേബിളായി നിൽക്കുന്ന equilibrium നിൽക്കുന്ന കണ്ടീഷനകത്തേക്ക് when we are adding an additional third element, the diagram will not represent the equilibrium condition. Additional ഒന്നും കൂടി ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയത്തിലാവുമല്ലോ, ചെറിയ ചേഞ്ച് ഉണ്ടാവും അല്ലേ. There is no more equilibrium condition in iron carbon diagram ഉണ്ടാവില്ല. So this presence of alloying elements may change the position of eutectoid point and point position of alpha and delta phase field. So എല്ലാവരും നമ്മൾ Fe3C വരക്കുമ്പോൾ എല്ലാവരും കൃത്യമായ പോയിന്റ് ഉണ്ട്. 0.8% will be our eutectoid point, 2% is the maximum steel maximum point, and all other points we had noted in our steel Fe3C diagram വരച്ചിട്ടുണ്ട്. That is nuclear motion. So മൂന്നാമതൊരു addition ആയിട്ട് element add ചെയ്യുമ്പോൾ there will be changes in the positions. There will be changes in the temperature and changes in the positions when additional third element is added. So അതാണ് പറഞ്ഞിരിക്കുന്നത്. Most of the alloying elements shift the eutectoid composition to lower carbon content value. Eutectoid version 0.8 ആണല്ലേ. So most of the alloying elements, when we are adding most of the aluminum element, majority of alloying elements may shift the eutectoid point to lower carbon content. 0.8 ആണ് നിലവിലുള്ളത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് 0.8 ആണ്. We have a figure 0.77 അല്ലേ, 0.77 or 0.8 അടുത്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. So when additional alloying elements ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 0.5 0.4 എന്ന് പറയുന്ന റീജിയനിലേക്ക് താഴാനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Presence of chromium, tungsten, molybdenum, titanium, some other alloying elements like chromium, tungsten, molybdenum, titanium, etc. may raise the eutectoid temperature 0.1, 0.77 എന്നുള്ളത് 0.91 എന്നുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോയി വരാം. So this is not happening. നമ്മൾ പറഞ്ഞ ഒരിക്കലും യൂട്ടക്റ്റോട് പോയിന്റ് കുറയും എന്നുള്ളതല്ല, അത് റിമി ഷിഫ്റ്റഡ്. Some alloying elements may shifted the point to lower value, lower carbon percentage value, or some other alloying elements like chromium, nickel, etc. Chromium, tungsten, etc. may increase or raise our eutectoid point. Eutectoid point ചില സ്ഥലത്ത് കുറയാനും മതി, കൂടാനും മതി. പക്ഷെ ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളതേ പറയുന്നുള്ളൂ. ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളതേ പറയുന്നുള്ളൂ. Nickel and manganese also lower the eutectoid temperature. So കുറയുമെന്ന് പറയുമ്പോൾ we can use an example of nickel and manganese. Nickel and manganese may shift the point of eutectoid to lower value. Chromium, tungsten, molybdenum, etc. may raise the eutectoid temperature to a higher value. Retardation of transformation rate. ട്രാൻസ്ഫോർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോന്നും ഓരോ തരത്തിലേക്ക് ഫേസ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ആൽഫ ഗാമയാവുന്നുണ്ട്, ഡെൽറ്റ ആൽഫ പ്ലസ് ഗാമ ഡെൽറ്റ, അങ്ങനെയാണ് പല പല ചേഞ്ചും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആൽഫ പ്ലസ് Fe3C ഇത്, സോ ഗാമ ഈസ് ചേഞ്ചിങ് ടു ആൽഫ പ്ലസ് Fe3C at 727 degrees Celsius ആൻഡ് ഡെൽറ്റ ആൽഫ പ്ലസ് ഗാമയുണ്ട്. അങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ റിട്ടാർഡേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്, ട്രാൻസ്ഫോർമേറ്റ് ചെയ്യുന്ന റേറ്റിനെ കുറക്കുകയും ചെയ്യും ഈ alloying elements. So Austenite transformation temperature is also shifted up to down by aluminum. Austenite transformation temperature. Austenite transformation temperature means ഗാമയായി മാറുന്ന ആൽഫ ഗാമയായി മാറുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെയും ഈ പറയുന്ന വാല്യൂ കുറക്കാനോ കൂട്ടാനോ ഈ പറയുന്ന അലോയിങ് എലമെന്റ്സ് കൊണ്ട് പറ്റും. So increase in nickel and manganese content will lower the austenite transformation temperature, thereby postponing transformation of austenite to slow cooling. These elements are known as Austenite Stabilizers. So nickel and manganese are known as Austenite Stabilizers because increase in the particular content of nickel and manganese will shift the Austenite transformation temperature to a lower value. ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്ലോ, പെട്ടെന്ന് മാറുന്നില്ല, മെല്ലെയാണ് മാറിയെന്ന് നിർത്തും. സോ മെല്ലെ മാറുമ്പോഴുള്ള പ്രശ്നം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
പെട്ടെന്ന് മാറുമ്പോഴാണ് മാർട്ടൻസൈറ്റ് ഉണ്ടാകുന്നത്, ഏറ്റവും താഴെ ഉണ്ടാകുന്നത്. സോ അത് ഇടത് ഭാഗത്താണ്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ലോപ്പ്, കൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതായി സ്ലോപ്പായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇത് കൂളിംഗ് റേറ്റുകളും മാറും. ഓക്കെ, മാറി വരുന്ന റേറ്റുകളും മാറും. സോ അതുകൊണ്ട് തന്നെ സം അലോയിങ് എലമെന്റ്സ് വിൽ ചേഞ്ച് ദി Austenite ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ can also change the cooling rate എന്നുള്ളതാണ് പറയുന്നത്. അത് അടുത്ത പോയിന്റാണ്, ലോവർ ഓഫ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. സോ വി ഹാവ് സ്റ്റഡീഡ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്തായിരുന്നു? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് അബൌട്ട് 404 അത്രയെന്തോ ഡിഗ്രി സെൽഷ്യസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അത് പഠിച്ചിരിക്കുന്നത് we have studied about the cooling. I think we have studied in CCT cooling TT ഡയഗ്രത്തിൽ പഠിച്ചത് CCT ഡയഗ്രത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം, CCT ഡയഗ്രാം, കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദി ഫോർമേഷൻ ഓഫ് മാർട്ടൻസൈറ്റ്. ഒരുപാട് കൂളിംഗ് റേഞ്ച് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കൂളിംഗ് വി ഹാവ് ഗെറ്റിംഗ് പേളൈറ്റ്. ദെൻ കുറച്ചും കൂടി സ്പീഡ് കൂളിംഗ് വി ഹാഡ് നമുക്ക് കുറച്ചും കൂടിയുള്ള അത് കിട്ടും, മാർട്ടൻസൈറ്റ് പ്ലസ് ഒക്കെയുള്ള കാര്യം കിട്ടും. സോ പെട്ടെന്ന് കൂൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർട്ടൻസൈറ്റ്. ഡയറക്ട്ലി വി ആർ ഗെറ്റിംഗ് മാർട്ടൻസൈറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ടു പേളൈറ്റ്. പേളൈറ്റ് ഒന്നും ആയിട്ട് മാറുന്നില്ല. ഡയറക്ട്ലി വി ആർ ഗെറ്റിംഗ് മാർട്ടൻസൈറ്റ് when the cooling rate is very much increases. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ വിൽ ഗെറ്റ് ദി മാർട്ടൻസൈറ്റ്. സോ വേറൊന്നും ആവാതെ ഡയറക്റ്റായിട്ട് മാർട്ടൻസൈറ്റ് ആവാന്ന് ആ പോയിന്റ് ഉണ്ടല്ലോ, പെറേറ്റ് ഒന്ന് ഫോം ചെയ്യാതെ അല്ലെങ്കിൽ പേളേറ്റ് ഒന്ന് ഫോം ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇത് മാർട്ടൻസൈറ്റായിട്ട് മൂവ് ചെയ്യുന്ന പോയിന്റ്, ആ ഓസ്റ്റനൈറ്റ് ഡയറക്റ്റായിട്ട് മാർട്ടൻസൈറ്റ് മൂവ് ആവാൻ തുടങ്ങുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തുള്ള കൂളിംഗ് റേറ്റിനെയാണ് വി ഹാവ് സെഡ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. സോ ബൈ ദ അഡീഷൻ ഓഫ് അനദർ അലോയിങ് എലമെന്റ്സ്, സോ addition of chromium, molybdenum or any other alloying elements will change the critical cooling rate value. നമ്മൾ പഠിച്ചത് 417 എത്രയോ അങ്ങനെ എന്തോ പഠിച്ചിട്ടുണ്ട് പോയിന്റ്. സോ അത് മാറാം. സോ വി ഹാവ് സ്റ്റഡീഡ് critical cooling rate when the formation of austenite directly to martensite. So some other alloying elements may decrease the critical cooling rate to another value. Okay, by alloying chromium, molybdenum, manganese, nickel are more effective in this. Improvement of corrosion resistance. Some chromium or elements like aluminum forms thin oxide layers are protected from further corrosion. ചില അലൂമിനിയം layers ആഡ് ചെയ്യുമ്പോൾ സ്റ്റീൽസിന് സംഭവിക്കുന്നത് വി ക്യാൻ ഗെറ്റ് ഇംപ്രൂവ് കൊറോഷൻ. പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല. കൊറോഷൻ എന്നാൽ തുരുമ്പ്. ഇംപ്രൂവ് കൊറോഷൻ മീൻസ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്, ഇംപ്രൂവ് ചെയ്യും. വിച്ച് മീൻസ് റസ്റ്റോ അല്ലെങ്കിൽ കൊറോഷനോ സംഭവിക്കാതിരിക്കാൻ നല്ലതാണ് ചില അഡീഷണൽ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, chromium or aluminum is the best for the increase in the corrosion resistance. Manganeseum കുഴപ്പമില്ല. Influence in grain growth. The last point is influence on grain growth. So presence of some alloying elements will accelerate the grain growth and increase brittleness of the material. We have studied the grain growth and recover, recrystallization and grain growth. We have studied in annealing method. Like annealing method, we have studied recovery, recrystallization and grain growth. So grain growth, we have studied that grain growth is a mechanism where the increasing grain size, ഗ്രെയിൻ നമ്പർ കുറഞ്ഞിട്ട് ഗ്രെയിൻ സൈസ് കൂടിയിട്ട് അത് ഗ്രെയിനായി മാറുന്ന അതിനെയാണ് ഗ്രെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. വലിയൊരു ഫുട്ബോളിന്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ വരവരായിട്ട് വരുന്ന ആ സംഭവത്തിനാണ് ഗ്രെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ സം അഡീഷണൽ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ഓർ അഡീഷണൽ ആഡിങ് അലോയ് എലിമെന്റ്സ് മേ എൻഹാൻസ് ദി grain growth or it increases the grain growth. So some elements will accelerate the grain growth and increase brittleness of material. So chromium is the most effective element in this nature. It's showing this nature. Chromium ആണ് ഏറ്റവും നന്നായിട്ട് ഈ പറയുന്ന ഗ്രെയിൻ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. But grain growth is retarded by the process of elements nickel and vanadium. These elements are usually classified as grain refiners. ഗ്രെയിൻ റിഫൈനേഴ്സ് എന്ന് പറയുന്ന ചില എലമെന്റ്സ് നിക്കലും വനേഡിയം ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കും. ദേ മേ ബി റിട്ടാർഡ്, ദേ മേ ബി സ്ലോ, ദേ മേ റിട്ടാർഡ് ദി ഫോർമേഷൻ ഓഫ് ഓർ ദി ഗ്രോത്ത് ഓഫ് ഗ്രെയിൻ. ഗ്രെയിൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്ന ക്രോമിയമാണ്, കുറക്കുന്നത് നിക്കലും വനേഡിയവുമാണ്. സോ ചില എല്ലാ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഗുണങ്ങളും മാത്രമല്ല ദോഷങ്ങളും ഉണ്ട്.
സോ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഒരുപാട് എഫക്ട്സുകൾ പഠിച്ചിട്ടുണ്ട്. ആ എഫക്ട്സുകൾ ഈ പറഞ്ഞിരിക്കുന്നത് സം അഡീഷൻ, സം ആഡിങ് ഓഫ് സം അലോയിങ് എലമെന്റ്സ് വിൽ എൻഹാൻസ് സം പ്രോപ്പർട്ടീസ് ആൻഡ് വൈൽ സെയിം കണ്ടീഷൻ. അതേ സംഭവം തന്നെ മറ്റുള്ള അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആവാനും മതി. ഓക്കെ, the effect എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് എ പോസിറ്റീവ് എഫക്ട്, ഇറ്റ് വിൽ ബി നെഗറ്റീവ് എഫക്ട് ഓൾസോ. That's all for today.